ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. റവയും ഏത്തക്കായും ഒക്കെ കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ. നമുക്ക് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കണേ. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ നീക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. റവയും ഏത്തക്കായും കൊണ്ടൊക്കെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആദ്യമേ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ഇടുവാണ്. നെയ്യൊന്ന് ചൂടാകട്ടെ. നല്ലോണം ചൂടാകുമ്പോൾ ഇതിലേക്ക് 2-3 ബദാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതും 2-3 കശുവണ്ടിയും കൂടെ ഉണ്ട്. അത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. വലുതായിട്ട് കിടക്കുന്നൊന്ന് ചെറുതാക്കി ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇച്ചിരി മുന്തിരിങ്ങയും കൂടി ഇട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവേ. വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഏത്തക്കായാണ്, അതുകൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പഴുത്ത ഏത്തക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കൊന്ന് നെയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. പെട്ടെന്ന് തന്നെ ഇതൊക്കെയാണ് വന്നിട്ട് ചൂടായി കിടക്കുന്ന നെയ്യിലേക്ക് നമുക്ക് ഇട്ടാൽ മതി. പഴുത്ത ഏത്തക്കായ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്ത്. ഇപ്പം ഏത്തക്കായും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് നെയ്ക്കകത്തൊന്ന് ഒപ്പിച്ചെടുത്താൽ മതി. നമുക്ക് ഇതും കൂടെ ഒന്ന് മാറ്റിയെടുക്കാം. ഞാൻ ഈ കശുവണ്ടിയുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതിനകത്തോട്ടാണ് ഇത് മാറ്റിയേക്കുന്നത്. ഇനി നമുക്ക് ഈ നെയ്ക്കകത്തോട്ട് 3/4 കപ്പ് റവയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ഈ നെയ്ക്കകത്തോട്ട് തന്നെ ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഈ നെയ്ക്കകത്ത് കിടന്ന് റവ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെയാണ് കേട്ടോ. നല്ലോണം വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുക്കുമ്പോൾ ഒരു മണം വരുമല്ലോ. അപ്പോൾ നമുക്കറിയാം നമുക്കിത് വറുത്തെന്നുള്ളത്. നല്ലോണം ഇത് വറുത്തെടുക്കാം. നമുക്ക് 3/4 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓരോരുത്തർ എടുക്കുന്ന റവയുടെ അനുസരിച്ചാണ് നമുക്ക് ഇനി പാല് വേണം അപ്പോൾ അളവ് എടുക്കേണ്ടത്. റവ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ കോഴയുടെ നിറമാകും കണ്ടോ. ഇതുപോലെ നമ്മൾ നല്ലോണം വറുത്തെടുക്കണം. നമുക്കിനി തീ ഓഫ് ചെയ്യാവേ. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് റവ എടുത്തല്ലോ നമ്മൾ. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പാല് ഇതിലേക്ക് ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കുന്നത്. നമുക്കിത് 10 മിനിറ്റ് നേരം ഇതൊന്ന് കൊടുക്കാൻ വേണം. നമ്മൾ റവ എത്രയാണോ എടുക്കുന്നത് അത്രയും അളവിൽ നമുക്ക് പാലെടുക്കണം കേട്ടോ. 1 കപ്പ് റവ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് പാലെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ഇരിക്കട്ടെ. റവയൊന്ന് നല്ലോണം ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയാണിത്. 10 മിനിറ്റ് നേരം ഇരിക്കട്ടെ. അപ്പോൾ റവ നമ്മൾ കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് ഇച്ചിരി നെയ്യൊക്കെ ഞാൻ തൂത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഈ കശുവണ്ടി മുന്തിരിങ്ങയൊക്കെ നമുക്ക് ഇതിലേക്കൊന്ന് ഇടാവേ. ഏത്തക്കായും എല്ലാം ഇതിനൊക്കെ ഇടണം കേട്ടോ. ഇതുപോലെ നമുക്ക് മൊത്തം ഒന്ന് ഇടാം. എന്തേ മൊത്തം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാവേ. അപ്പം എന്തേ 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ആയപ്പോൾ കണ്ടോ ആ പാലെല്ലാം പിടിച്ച് നമ്മുടെ റവ ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ലൂസാക്കണം. അപ്പം ഞാനൊരു 1/2 കപ്പ് പാലും കൂടെ ഒഴിക്കുവാണ്. അപ്പം നമുക്ക് 3/4 കപ്പ് ആദ്യം ഒഴിച്ചു. ഇപ്പോൾ ഒരു 1/2 കപ്പ് കൂടെ. അപ്പോൾ 1.25 കപ്പ് പാലിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഇതൊന്ന് ലൂസാക്കി എടുക്കാം നമുക്ക്. നമ്മളിനി ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിത് ലൂസാക്കി വെക്കണം. കട്ടകളില്ലാതെ നല്ലവണ്ണം ലൂസാക്കി മാറ്റി വെക്കാവേ. ഇതുപോലെ ലൂസാക്കി മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഒന്ന് ക്യാരമലായിട്ട് വരട്ടെ. 3/4 കപ്പ് റവയ്ക്കാണ് 1/2 കപ്പ് പഞ്ചസാര കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് നേരത്തെ ഇട്ട് കൊടുത്തിട്ട് അനക്കാതെ വെക്കുമ്പോഴേ ക്യാരമൽ ചെയ്യുന്നത് ഞാൻ പല വീഡിയോയ്ക്കകത്തും കാണിച്ചിട്ടുണ്ട്. കേക്കിനൊക്കെ ചെയ്യാൻ കേട്ടോ. ഒന്നും അറിയാനില്ല, ഇപ്പം ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ക്യാരമൽ. ഇത് കുറച്ച് നേരം അനക്കാതെ വെക്കുമ്പോൾ തന്നെത്താനെ ഇത് അലിഞ്ഞ് വരുവേ. അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിട്ട് സ്പൂണിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അലിഞ്ഞു വരട്ടെ. കണ്ടതേ നമ്മൾ അനക്കാതെ വെക്കുമ്പോൾ ഒരു വശം തൊട്ട് അത് പഞ്ചസാര ഉരുകി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. കണ്ടോ ഒരു പാടുമില്ല. ഇതിങ്ങനെ ക്യാരമൽ ചെയ്തെടുക്കാം കേട്ടോ. പഞ്ചസാര മൊത്തം നല്ലോണം ഒന്ന് അലിഞ്ഞ് ക്യാരമലാകട്ടെ. നമ്മൾ ഈ റെസിപ്പി പഞ്ചസാര കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. ക്യാരമൽ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഈ ക്യാരമലിനകത്ത് നമ്മൾ റവ കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കേട്ടോ.
ഉണ്ടോ? പെട്ടെന്ന് തന്നെ നമ്മൾ തീ കുറച്ച് വെക്കണം. ഒത്തിരി അങ്ങ് കളറായി പോകല്ലേ, കഴിക്കും കേട്ടോ. അപ്പം ദേ പഞ്ചസാര മൊത്തം നമ്മുടെ കാരമലായിട്ടുണ്ട്. ദേ ഈ നിറമാണ് വേണ്ടത് കേട്ടോ. ഇതിൽ ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് പഞ്ചസാര കാരമൽ ചെയ്തതിലേക്ക് ഇടാവേ. ഒന്ന് ഇളക്കിയിട്ട് തീ കുറച്ച് വെച്ചിട്ടിടണം കേട്ടോ. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇതിനകത്ത് കിടന്ന് നല്ലോണം ഇത് അലിഞ്ഞു പോകും കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് അലിയും. തീ കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് നല്ലോണം ഇത് പാനയിൽ നിന്ന് വിട്ട് വരത്തക്ക വിധത്തിൽ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ അലുവയ്ക്കൊക്കെ എടുക്കുന്ന പോലെ ഇതുപോലെ പാനയിൽ നിന്ന് വിട്ട് വരും. നമ്മൾ ചെറിയ തീയെ വെച്ചിട്ട് വേണം ഇത് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഇപ്പം ഇത് പകുതി പരുവായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ കുറച്ചാണ് ഈ കശുവണ്ടിയൊക്കെ അതിനകത്ത് ഇട്ടേക്കുന്നത്. ബാക്കി നമുക്ക് ഇതിലേക്ക് തന്നെ ഇടാവേ. ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ കുറച്ച് ഭാഗം അതിലിട്ടിട്ട് കുറച്ച് ഇച്ചിരി മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ പാനയിൽ നിന്ന് വിട്ട് വരും കണ്ടോ. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. വറുത്തിട്ട് നല്ലോണം വറുത്ത് കുതിർന്ന് വെച്ചേക്കുന്ന ഇതായതുകൊണ്ട് പെട്ടെന്ന് തന്നെയാവും. നമുക്കൊരു അര ടീസ്പൂണ് നെയ്യും കൂടി ഇതിലേക്ക് ചേർക്കാവേ. നമുക്കിതിലേക്ക് ഈ സമയമാകുമ്പോഴത്തേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാവേ. അതിൻ്റെ കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടി ഇച്ചിരി ഏലക്ക പൊടിച്ചത്, ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഈ മധുരം എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ഇത്രയും ഇടണം കേട്ടോ. നിങ്ങൾ ഇട്ടിട്ട് നമുക്ക് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ നല്ലോണം കണ്ടോ. ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്യാവേ. ഇതിപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് വെക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ചിട്ട് ലെവലാക്കി നമുക്ക് എടുക്കാം. ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഇതുപോലെ കണ്ടോ. ഇതുപോലെ നമുക്ക് മൊത്തം ഒന്ന് ലെവൽ ചെയ്തെടുക്കാവേ. നമ്മൾ ഇനി ആറിക്കഴിയുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് നല്ലോണം ഇടാം. അതിനാണ് നമ്മൾ നെയ്യൊക്കെ തേച്ച് വെച്ചേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം കണ്ടാൽ നമ്മൾ ശർക്കര കൊണ്ട് ചേർത്തേക്കുന്ന പോലല്ലേ എല്ലാവർക്കും തോന്നത്തുള്ളൂ. പക്ഷേ ഇത് പഞ്ചസാര കാരമൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് നിന്നെ ആറിയ ശേഷം നിങ്ങളെ കാണിക്കാം കേട്ടോ. ഉണ്ടോ? നമുക്ക് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പം നല്ലോണം തണുത്തിട്ടുണ്ട്. 4 വശവും നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഇപ്പം തന്നെ വിട്ടിരിക്കുവാണിത്. നല്ലോണം തണുത്ത ശേഷം വേണം കേട്ടോ. സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മൾ അടിയിൽ ഇങ്ങനെ വെച്ചത് കൊണ്ടാണ് ഇതെല്ലാം മേലിൽ ഇങ്ങനെ വന്നത് കേട്ടോ. മുറിച്ച് നമ്മൾ കഴിക്കണം. നല്ല ടേസ്റ്റാണ്. നല്ല മധുരത്തോടു കൂടിയുള്ള റെസിപ്പിയാണ്. പിന്നെ ഈ മുറിച്ചിങ്ങനെ കഴിക്കാം കേട്ടോ. കണ്ടോ, സോഫ്റ്റാണിത്. കാരമൽ ചെയ്തേക്കുന്നതാണ്. നല്ല ടേസ്റ്റാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.